സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് എഴുന്നേൽക്കാൻ വഴുകി അയാളുടെ രണ്ടാമത്തെ റക്അത്തിൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നു, അയാൾക്ക് തഹജ്ജുദിന്റെ കൂലി ലഭിക്കുമോ? ലഭിക്കും. അത് അല്പസമയം വഴുകി ഞാൻ തീരെ പോയി. ഒരാളെന്ത് ചെയ്തു? സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ അയാൾക്ക് അയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേക്കുമ്പോ എന്താണ് സുബഹിന്റെ സമയത്ത് എങ്കിൽ അത് ഖളാ വീട്ടൽ സുന്നത്ത. സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തും സാധാരണ ചെയ്തു വരുന്ന സുന്നത്തുകളൊക്കെയും ഒഴിവായിപ്പോയാൽ അത് ഖളാ വീട്ടൽ സുന്നത്താണ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഏതായിരുന്നാലും തഹജ്ജുദിനെ പറ്റിയുള്ള അന്നത്തെ ചോദ്യത്തിന്റെ വ്യക്തമായ ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരും, തഹജ്ജുദ് നിസ്കരിക്കുന്ന എല്ലാ സാധാരണക്കാരും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തണം എന്ന് മാത്രം ഞാൻ പറയുന്നു. കാരണം അതിന്റെ മഹത്വങ്ങളൊക്കെയും വലിയ വലുതാണ്. കാരണം അതിന്റെ മഹത്വം മനസ്സിലാവാൻ ഒറ്റ വാക്കിലൊരു മഹത്വം പറയാം, ഒറ്റ വാക്കിൽ അതന്നെ നമുക്ക് കൂടുതലാണ്. നിസ്കരിക്കാൻ അത് മതി. അതായത് വാനലോകത്ത് നമ്മൾ ഭൂമിയിൽ താമസിക്കുന്നവർ മേഘം ഇല്ലാത്ത സമയത്ത് ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ കത്തിത്തിളങ്ങുന്നത് കാണാം, അല്ലെ? അതിങ്ങനെ വേറെ കാണും. നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണൂല നമ്മൾ, നല്ല ജ്വലിച്ചു നിൽക്കുന്ന നല്ല രസകരമായ ലൈറ്റോട് കൂടെ ആകാശലോകത്ത് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെയാണ് ഭൂമിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ വീട് വാനലോകത്ത് താമസിക്കുന്ന മാലാഖന്മാർക്ക് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശപൂരിതമായി വേറെ കാണുന്ന. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ വീട് ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ ദുന്യാവിലുള്ളവർ കാണുന്നത് പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ വീട് വാനലോകത്ത് താമസിക്കുന്ന മാലാഖന്മാർക്ക് ഇങ്ങനെ വേറെ കാണുന്ന പോലെ. അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ അതിന്റെ ആയത്തും ഹദീസൊക്കെ ഇഷ്ടം പോലുണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു നിബന്ധന, 2 നിബന്ധനയാണുള്ളത്. ഒന്നാമത്തെ നിബന്ധന എന്താ? അത് ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം ആവണം, മനസ്സിലാക്കണം. പിന്നെ ഉറങ്ങിയതിന് ശേഷം ആവണം. അപ്പൊ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇശാ നിസ്കരിച്ചതിന്റെ ശേഷവും ഉറങ്ങിയതിന്റെ ശേഷവും രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയാം. ഒന്നുകൂടി മനസ്സിലാക്കുക. ഇശാ നിസ്കരിച്ചതിനു ശേഷവും ഉറങ്ങിയതിനു ശേഷവുമുള്ള രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരത്തിനേക്കാണ് തഹജ്ജുദ് എന്ന് പറയുക. അപ്പൊ ഇശാ നിസ്കരിച്ചതിനു ശേഷം ആവണം, അത് ഷർട്ടാണ്. ആ നിസ്കാരത്തിന്റെ സമയം ആവാൻ ഇശാ നിസ്കരിക്കണം. അപ്പൊ ഒരാൾ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയതിനു ശേഷം തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് തഹജ്ജുദായി പരിഗണിക്കുകയില്ല. കാരണം സമയം ആയിട്ടില്ല. ഏതുപോലെ വിത്ർ നിസ്കാരം പോലെ, തറാവീഹ് നിസ്കാരം പോലെ ഒരാൾ ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിച്ചു, ആ നിസ്കാരം സഹിയാവൂല. കാരണം തറാവീഹിന്റെ സമയം ഇശാ നിസ്കരിച്ചേതം മുതലാണ് തറാവീഹിന്റെ സമയം എന്നതുപോലെ തന്നെയാണ് തഹജ്ജുദിന്റെ സമയവും. ഇനി ഉറങ്ങിയതിനു ശേഷവും ആവണം. ഒരാൾ തീരെ രാത്രി ഉറങ്ങിയില്ല എന്നാ പിന്നെ അയാൾക്ക് അന്ന് തഹജ്ജുദില്ല, അയാൾക്കില്ല, പിന്നെ തഹജ്ജുദില്ല, പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വിരുന്നു വന്നു. ഷാഫി ഇമാമിനെ പറ്റി വലിയ മദ്ഹ് മാലിക് ഇമാം തന്റെ മകളോട് പറഞ്ഞു. പക്ഷേ ആ മാലിക് ഇമാമിന്റെ മകൾ എന്തു ചെയ്തു? ഷാഫി ഇമാമിന് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള വെള്ളം ഒരുക്കി വെച്ചു. പക്ഷെ നേരം വെളുത്തപ്പോൾ എന്തില്ല, ഷാഫി ആ വെള്ളം ഇളകിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഷാഫി ഇമാം എന്താക്കിയിട്ടില്ല? തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. തഹജ്ജുദ് നിസ്കരിച്ചിരിക്കണമെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നീച്ചെങ്ങാണ്ട് ഷാഫി ഇമാം എന്താവൂലേ? ഒതുണ്ടാക്കൂലേ? ഈ വെള്ളം ഇളകിയിട്ടില്ല. മാലിക് ഇമാമിന്റെ മകള് മഹാനായ മാലിക് ഇമാമിനോട് പറഞ്ഞു, ഇങ്ങനെ ശിഷ്യൻ തഹജ്ജുദ് പോലും നിസ്കരിക്കാത്ത ശിഷ്യനെ പറ്റിയിട്ട് അങ്ങനെ മദ്ഹ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മാലിക് ഇമാം ഷാഫി ഇമാമിനോട് ചോദിച്ചു, ഇന്നലെ എന്താ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, ഉസ്താദ് അതിന് ഞാൻ ഉറങ്ങിയിട്ടെന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഹൈളിന്റെ 100 മസ്അല ഞാൻ കണ്ടുപിടിക്കാനിരുന്ന കാരണം ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കൂടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഉറങ്ങണം.
ബഅദൻ നൗമി ഉറക്കത്തിന്റെ ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം ആണ്. ഇന്നോ രണ്ടാമതെന്താണ്? ആ ഉറക്കം എപ്പോഴാണ് ആവേണ്ടത്? അത് ഇശാ നിസ്കരിച്ചിട്ട് ഉറങ്ങണം എന്ന നിബന്ധനയില്ല. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഉറങ്ങിയാലും മതി. അതാണ് നമ്മുടെ ഖല്ലൂബി പോലത്തെ കിതാബ് വളരെ വ്യക്തമായി പറയുന്നു. ബഅദൻ നൗമി ഉറക്കത്തിനു ശേഷം വലൗ ഖബില വഖ്തിൽ ഇശാഇ അത് ഇശാഇന്റെ മുമ്പാണെങ്കിലും ശരി. അപ്പൊ മഗ്രിബിന്റെ ശേഷം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരാൾ ഉറങ്ങി, എന്നിട്ട് അയാൾ എന്താക്കി തഹജ്ജുദ് നിസ്കരിച്ചു, കുഴപ്പമില്ല. വലൗ ഖബില വഖ്തിൽ ഇശാഇ ഇശാഇന്റെ വഖ്തിന്റെ മുമ്പാണെങ്കിലും ശരി. വബഅദ ഫഅലിഹാ ഇശാ നിസ്കരിച്ചതിനു ശേഷവും. അപ്പൊ ഉറക്കത്തിനു ശേഷമാവണം, ഇശാ നിസ്കാരത്തിനു ശേഷമാവണം. ആ ഉറക്കം എപ്പോഴും ആവാം. ഈ ഇശാഇന്റെ സമയത്തിന് മുമ്പും ആവാം. ഇനി അവിടെ തന്നെ ഒന്നുകൂടി സ്ഥാനന്മാര് കൂടി ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് ഉണർത്തുന്നു. വലാ യുഷ്തറത്തു ഫിൻ നൗമി ഉറക്കത്തിൽ ഷർത്താക്കപ്പെടുകയില്ല. അയ്യക്കൂന ആ ഉറക്കം ആവല് ബഅദ ഫഅലിൽ ഇശാഇ ഇശാ നിസ്കരിച്ചതിന് ശേഷം ആവൽ ഷർത്താക്കപ്പെടുകയില്ല. ബൽ എങ്കിലും ഇദാ നാമ അവൻ ഉറങ്ങിയാൽ ബഅദൽ മഗ്രിബി മഗ്രിബിനു ശേഷം ഉറങ്ങി സുമ്മസ്തൈഖള പിന്നെ അവൻ ഉണർന്നു വതഹജ്ജദ അവൻ തഹജ്ജുദ് നിസ്കരിച്ചു വഖഅ എങ്കിൽ ആ നിസ്കാരം സംഭവിക്കും തഹജ്ജുദായിട്ട് എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ മഗ്രിബിന്റെ ശേഷം ഉറങ്ങിയിട്ട് അവൻ എഴുന്നേറ്റു, എന്നിട്ട് അവൻ എന്താക്കി ഇശാ നിസ്കരിച്ചു. ഇനി അവനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാം ഇശാഇന്റെ ശേഷം തന്നെ നിസ്കരിക്കണം എന്ന നിബന്ധന അല്ല ഉറങ്ങണം എന്ന നിബന്ധനയില്ല. പിന്നെ അവിടെ മറ്റു ചില കിതാബുകളിൽ പറയുന്ന ഒരു ഖിലാഫ് കൂടി അവിടെയുണ്ട്. അതായത് ഏകദേശം ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങാം. പക്ഷെ ഈ ഉറക്കം എപ്പോൾ സംഭവിക്കണം? ഇശാഇന്റെ ടൈമിൽ സംഭവിക്കണം. മനസ്സിലാക്കണം, ഇശാഇന്റെ ടൈമിൽ സംഭവിക്കണം. അപ്പൊ മഗ്രിബ് ബാങ്ക് കൊടുത്ത് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരാൾ ഉണർന്നാൽ ആ ഉറക്കം പോരാ തഹജ്ജുദിന് ഇശാഇന്റെ ടൈമിൽ സംഭവിക്കണം. അപ്പൊ ഒരാൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് സുഖമായി രാത്രി 10 മണി വരെ അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പൊ ഈ ഇശാഇന്റെ ടൈമിൽ ആ ഷഫഖുൽ അഹ്മറിന്റെ ടൈമിൽ എന്തായിട്ടുണ്ട്? ഉറക്കം സംഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് എന്താകാം? എഴുന്നേറ്റ് ഇനി ഇശാ നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാം. ഇനി ഇശാ നിസ്കരിച്ചിട്ട് വീണ്ടും ഉറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന നിബന്ധനയില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്കാല് തീർന്നിട്ടുണ്ടാവും. ഇവ KP കരീം ഉസ്താദ് കേൾക്കണില്ലേ? മുപ്പരിക്കൊന്ന് പ്രത്യേകിച്ചൊന്ന് വിളിച്ചു.